ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും റെക്കോർഡ് കളക്ഷനുമായി കെ.എസ്.ആർ.ടി.സി. ഇന്നലെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ 11.71 കോടി രൂപ കെ.എസ്.ആർ.ടി.സി സ്വന്തമാക്കി. ടിക്കറ്റ് വരുമാനത്തിലൂടെ 10.89 കോടി രൂപയും ടിക്കറ്റ് ഇതര വരുമാനത്തിലൂടെ 81.55 ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള കണക്കാണിത്. വിവരങ്ങളുമായി ഇപ്പോൾ മാനസ മനോജ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, ഏതായാലും റെക്കോർഡ് ജൈത്രയാത്ര, ഒരുപക്ഷെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് റെക്കോർഡ് ജൈത്രയാത്ര, ഈ ജൈത്രയാത്ര തുടരും എന്ന് തന്നെയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിവരം പങ്കുവെക്കുകയും ചെയ്തത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആകെ പ്രതീക്ഷ നൽകുന്ന നേട്ടമാണ് കെ.എസ്.ആർ.ടി.സി കൊയ്തത്. നമുക്കറിയാം, മുൻ UDF സർക്കാരുകളുടെ കാലത്ത് കെ.എസ്.ആർ.ടി.സി എങ്ങനെയായിരുന്നു? അടച്ചുപൂട്ടാൻ ഒരുങ്ങിയ കെ.എസ്.ആർ.ടി.സിയെ LDF സർക്കാരുകൾ അധികാരത്തിൽ എത്തുമ്പോഴെല്ലാം അത് ലാഭത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു, ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിലേക്ക് കെ.എസ്.ആർ.ടി.സി മാറ്റുകയും ചെയ്യും. ഇവിടെ രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ അവസാന വർഷത്തേക്ക് കടക്കുമ്പോൾ കെ.എസ്.ആർ.ടി.സി കൊയ്ത നേട്ടം ഒരുപക്ഷെ LDF സർക്കാരിന് തന്നെ ഏറ്റവും വലിയ നേട്ടമായി എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ റെക്കോർഡിനെ കുറിച്ച്, കെ.എസ്.ആർ.ടി.സി റെക്കോർഡിനെ കുറിച്ച് പറയാനുള്ളത്? കെ.എസ്.ആർ.ടി.സി റെക്കോർഡ് കളക്ഷനുമായി വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും റെക്കോർഡ് കളക്ഷനുമായി കെ.എസ്.ആർ.ടി.സി ചരിത്രം കുറിക്കുന്നു. ഇന്നലെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ 11.71 കോടി രൂപ കെ.എസ്.ആർ.ടി.സി സ്വന്തമാക്കി. ടിക്കറ്റ് വരുമാനത്തിലൂടെ 10.89 കോടി രൂപയും ടിക്കറ്റ് ഇതര വരുമാനത്തിലൂടെ 81.55 ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള കണക്കാണ്. ഇക്കഴിഞ്ഞ ജനുവരി 5-ാം തീയതിയാണ് എക്കാലത്തെ മികച്ച പ്രതിദിന വരുമാനമായ 13.01 കോടി രൂപ കെ.എസ്.ആർ.ടി.സി നേടുകയും ചെയ്തത്. കെ.എസ്.ആർ.ടി.സി ലാഭം കൊയ്തുകൊണ്ട് ജനോപകാരപ്രദമായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു സർക്കാർ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിന് ഉദാഹരണം കൂടിയാവുകയാണ്. കെ.എസ്.ആർ.ടി.സിയുടെ പ്രതിദിന വരുമാനം അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, ക്രമാനുഗതമായ ഒരു വളർച്ചയാണ്. വളരെ കൃത്യമായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവീസുകളൊക്കെ നൽകാൻ കെ.എസ്.ആർ.ടി.സി കഴിഞ്ഞ് മെച്ചപ്പെട്ട മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തിൻ്റെ കൂടി തെളിവാണ് ഈ റെക്കോർഡ് നേട്ടം. അപ്പോൾ മാനസ ചേരുന്നുണ്ട്. മാനസ, എന്താണ് ഈ മന്ത്രി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കണക്കുകൾ? രണ്ടാമത്തെ വലിയ റെക്കോർഡ് വരുമാനമാണ് ഇപ്പോൾ കെ.എസ്.ആർ.ടി.സിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് മന്ത്രി ഫേസ്ബുക്കിലൂടെ പറഞ്ഞ കാര്യങ്ങൾ? ഈ കണക്കുകൾ എങ്ങനെയാണ്? തീർച്ചയായും സിജു, മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കണക്ക് വിവരങ്ങളൊക്കെയും തന്നെ സന്തോഷകരമായ ഒരു നേട്ടമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഫേസ്ബുക്കിലൂടെ ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, കെ.എസ്.ആർ.ടി.സി സംബന്ധിച്ച കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് കൈവരിക്കുന്നത്. അതായത് എല്ലാ മാസവും ശമ്പളം കൃത്യമായി വിതരണം ചെയ്യുക, അതോടൊപ്പം തന്നെ 1-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ തുക അക്കൗണ്ടിലേക്ക് എത്തുന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുക, കൂടുതൽ ബസ്സുകൾ പുതുതായി വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിയിരുന്നു. ഏറെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കെ.എസ്.ആർ.ടി.സിക്ക്. പക്ഷേ ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അതൊക്കെയും തന്നെ തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ട് ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ യാത്രക്കാർക്കും എല്ലാ നേരവും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് കെ.എസ്.ആർ.ടി.സി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി എല്ലാ കാര്യവും, അതായത് ഇത്തരത്തിലുള്ള ചെറിയ സന്തോഷമാണെങ്കിലും വലിയ സന്തോഷമാണെങ്കിലും അതൊക്കെയും തന്നെ യാത്രക്കാരും അറിയുന്ന വിധത്തിൽ മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത് എന്നുള്ളത്. ഏതായാലും നിലവിൽ അല്പസമയം മുൻപ് മന്ത്രി കുറിച്ച മറ്റൊരു പോസ്റ്റാണ് രണ്ടാമത്തെ ഉയർന്ന കളക്ഷനാണ്. അതായത് ഈ വർഷം തന്നെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷനാണ് കെ.എസ്.ആർ.ടി.സി സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. 11.71 കോടി രൂപയുടെ ടിക്കറ്റ് വരുമാനം, അതോടൊപ്പം തന്നെ 10.89 കോടിയുടെ വരുമാനമൊക്കെയും തന്നെ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടമാണ് കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത്. അതായത് 12-ാം തീയതി സ്വന്തമാക്കിയത്. 2026 ജനുവരി, അതായത് ഈ വർഷം ത്തിൽ തന്നെ ജനുവരി 5-ാം തീയതിയായിരുന്നു എക്കാലത്തെയും മികച്ച പ്രതിദിന വരുമാനമായ 13 കോടിയിലധികം വരുമാനം കെ.എസ്.ആർ.ടി.സിക്ക് നേടാൻ കഴിഞ്ഞത് എന്നുള്ള നേട്ടം നേരത്തെ തന്നെ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ഉയർന്ന കളക്ഷൻ ഇപ്പോൾ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച നേട്ടമാണ് കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12-ാം തീയതിയാണ് രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ 11.71
7.1 കോടി KSRTCക്ക് നേടാൻ കഴിഞ്ഞത്. ഇത് തീർച്ചയായും ഗതാഗത വകുപ്പിൻ്റെ മാത്രമല്ല ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെയും സഹകരണം തന്നെയാണ് എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സന്തോഷങ്ങളിലൊക്കെയും തന്നെ അല്ലെങ്കിൽ വലിയ സന്തോഷങ്ങളിലും ജീവനക്കാരോടും യാത്രക്കാരോടും നന്ദി പറയാനും മന്ത്രി മറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാവുന്ന കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെയാണ് പെട്ടെന്നുണ്ടായ ഒരു പ്രത്യേക നേട്ടമല്ല, കാലങ്ങളായി ഇതിന് പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന നേട്ടങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ KSRTCക്ക് കഴിഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളും മന്ത്രി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രതിദിനം ശരാശരി 43,000 യാത്രക്കാരുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രി സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. 1.6 കോടിയാണ് നിലവിൽ KSRTC യാത്രക്കാരുടെ വാർഷിക വർധനവ് എന്ന കണക്കും മന്ത്രി അറിയിച്ചു. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം അതായത് 2024-ലെയും 2025-ലെയും ഡിസംബർ മാസങ്ങളിലെ കണക്കുകൾ വെച്ച് മന്ത്രി ഒരു കണക്ക് പുറത്തിറക്കിയിരുന്നു. ഡിസംബർ മാസത്തിൽ എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ 2024 ഡിസംബർ മാസത്തിൽ 7.5 കോടി അതായത് ഏകദേശം 7.8 കോടി രൂപ ശരാശരി പ്രതിദിന കളക്ഷൻ ഉണ്ടായിരുന്നിടത്ത് 2025 തൊട്ട് കഴിഞ്ഞ വർഷം വർഷം ഡിസംബറിൽ നമുക്ക് നേടാൻ കഴിഞ്ഞത് 8.34 കോടി രൂപയുടെ വരുമാനമാണ്. അതായത് 7.8 കോടി ഉള്ള ഇടത്ത് 8.34 കോടിയായി വർദ്ധിപ്പിക്കാൻ KSRTCക്ക് ഒരു വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതായത് സമാന മാസങ്ങളിൽ അതായത് അതേ മാസങ്ങളിൽ എത്രത്തോളം വരുമാനമാണ് KSRTCക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കണക്ക്, അതിൻ്റെ വ്യത്യാസമാണ് മന്ത്രി ഡിസംബർ മാസത്തിൽ അറിയിച്ചിരുന്നത്. അതും വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു KSRTCയെ സംബന്ധിച്ച് എന്നുള്ളത്. യാത്രക്കാരിലെ വർധനവും അതോടൊപ്പം തന്നെ പ്രതിദിന ടിക്കറ്റ് വരുമാനവും ഒക്കെയും തന്നെ ഇത്തരത്തിൽ റെക്കോർഡ് കളക്ഷനിലേക്ക് എത്തുമ്പോൾ, മന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാകുമ്പോൾ തീർച്ചയായും ഇത് LDF സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പ് കൂടി തന്നെയാണ്. കാരണം KSRTCക്ക് ജീവനക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പെൻഷൻ്റെ കാര്യമാണെങ്കിലും അവരുടെ ശമ്പള ലഭ്യമാകാത്തതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെയും തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഒക്കെയും തന്നെ മറികടന്ന് അല്ലെങ്കിൽ അതൊക്കെയും തന്നെ പരിഹരിച്ച യാത്രക്കാർക്ക് അനുസൃതമായി ജീവനക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ എത്രത്തോളം യാത്ര സുഗമമാക്കാൻ കഴിയുമോ അത്രത്തോളം യാത്ര സുഗമമാക്കുന്ന ഒരു ക്രമീകരണം തന്നെയായിരുന്നു LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഫലം കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം KSRTCക്ക് കൈവരിക്കാൻ കഴിയുന്നതിൻ്റെ പിന്നിൽ എന്നും ഭരണം കൂടുതൽ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് രാജ്യത്തെ പൊതുമേഖലയ്ക്കാകെ അഭിമാനമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരാഴ്ചക്കിടെ തന്നെ രണ്ടാമത്തെ റെക്കോർഡ് വർധനവാണ് KSRTCക്ക് ഉണ്ടായത്. 11.71 കോടിയാണ് 12-ാം തീയതി, അതായത് ഇന്നലത്തെ വരുമാനം. വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്.